കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം അതാത് മണ്ഡലങ്ങളിൽ റോഡ് ഷോയുമായി ഇറങ്ങിയിരുന്നു. ഇപ്പോൾ മട്ടന്നൂർ മുതൽ പിണറായി വരെ പിണറായി വിജയന്റെ റോഡ് ഷോ നടക്കുകയാണ്. ഷഹീദ് വിവരങ്ങൾ നൽകും. ഷഹീദ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശം പൂർണ്ണമായി ആവേശത്തിലേക്ക് കടക്കുകയാണ്. CPM മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ കൂടിയാകുമ്പോൾ കണ്ണൂരിൽ അത് പൂർണ്ണമാവുമെന്ന് തോന്നുന്നു. എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട്? എങ്ങനെയാണ് റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അവിടെ നിന്നും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, റോഡ് ഷോയായി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തൊട്ട് നമ്മുടെ ക്യാമറയ്ക്ക് ഏറ്റവും മുമ്പിലായുള്ളത് മുഖ്യമന്ത്രിയുടെ വാഹനമാണ്. അതിന് പിന്നിൽ പോലീസ് വാഹനങ്ങൾക്ക് പിന്നാകെ നിരനിരയായി പ്രവർത്തകരുടെ വാഹന വ്യൂഹമുണ്ട്. ബൈക്കുകളിലും കാറുകളുമായി ചെങ്കൊടിയേന്തി പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ അനുഗമിക്കുന്നു. അഞ്ചരക്കണ്ടി കടന്ന് ധർമ്മടം മണ്ഡലത്തിലേക്ക് യാത്ര പുരോഗമിക്കും. യാത്ര കയറും. അവിടെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ അവരെ അഭിവാദ്യം അർപ്പിച്ച ശേഷം പിണറായിലേക്ക് മടങ്ങുകയും ചെയ്യും. വലിയ ആവേശമാണ്. അതായത് ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിലുപരിയായി സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ അമരക്കാരൻ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്തുടനീളം CPMന്റെ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും വളരെ ആവേശത്തോടുകൂടി ഈ രീതിയിൽ തന്നെ റോഡ് ഷോയുമായി കളത്തിലിറങ്ങിയിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ ഇറക്കുന്നത്. ധർമ്മടത്ത് നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തിന്, ഏകദേശം 50,000-ലധികം ഭൂരിപക്ഷത്തിന് മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ ജയിച്ചു കയറിയാണ്. അതിന് മുൻപ് മുഖ്യമന്ത്രി 2 തവണയായി അദ്ദേഹം ഇവിടെ മത്സരിച്ച് ജയിച്ചു വരുന്നുണ്ട്. വലിയ കോളിളക്കം ഉണ്ടാകുന്ന സമയത്ത് പോലും, പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ട സമയത്ത് പോലും ധർമ്മടത്ത് അടിയുറച്ചു നിന്ന ആളുകളാണ്. വോട്ടുകൾ ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നു. വലിയ ആരോപണങ്ങൾ, രാഷ്ട്രീയ CPMനെ പിടിച്ചുലക്കുന്ന ആരോപണങ്ങൾ, അതിന്റെ നടുവിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. പ്രത്യേകിച്ചും TK ഗോവിന്ദൻ ഉയർത്തിവിട്ട ആരോപണം, ജില്ലാ കമ്മിറ്റി അംഗം രാജിവെച്ച് അവിടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യമുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രതിസന്ധി CPM നേരിടുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ TK ഗോവിന്ദൻ ഉയർത്തിവിട്ടത് നിസ്സാരമായ ആരോപണമല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളക്കെതിരെ, അവരുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു. അല്പസമയം മുമ്പ് TK ഗോവിന്ദൻ നമ്മോട് സംസാരിച്ചിരുന്നു. കരുത്തനായ നേതാവാണ് മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ നയിക്കുന്നുണ്ട്, പാർട്ടിയെ നയിക്കുന്നത് തന്നെ കരുത്തനായ നേതാവാണ്. ആ നേതാവ് അറിയാതെ കണ്ണൂർ ജില്ലയിൽ ഒരു ഇല പോലും അനങ്ങില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഇത്തരമൊരു അനീതി, ഇങ്ങനെ പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി രീതികളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമളക്ക് സീറ്റ് കൊടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദ്യങ്ങൾ TK ഗോവിന്ദൻ അല്പസമയം മുമ്പാണ് മാതൃഭൂമി ന്യൂസിനോട് ഉന്നയിച്ചത്. ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇവിടെ ഇറങ്ങുന്നത്. പ്രവർത്തകർക്ക് എല്ലാവിധ ആരോപണങ്ങൾക്കും മറുപടി, അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തകർക്ക് വലിയ ആവേശം, പാർട്ടി ആവേശം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. ചെങ്കൊടി ഏന്തിയുള്ള നിരവധി പ്രവർത്തകർ ബൈക്കുകളിലായി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പിറകിലുണ്ട്. അല്പസമയത്തിനകം തന്നെ അഞ്ചരക്കണ്ടി വഴിയാണ് ധർമ്മടം മണ്ഡലത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുക. അവിടെ നിരവധി ആളുകൾ റോഡരികിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കൊണ്ട് അവരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിണറായിയിൽ ഈ യാത്ര അവസാനിക്കുകയും ചെയ്യും. ശ്രീജ.